നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകളുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 4 നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനിലകളെപ്പറ്റി പെട്ടെന്നൊന്ന് നോക്കിപ്പോവാം. ഓഗസ്റ്റ് മാസം 16 വരെ സൂര്യൻ കർക്കടകൻ രാശിയിലും 17 മുതൽ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ്റെ ഗതി നോക്കുമ്പം വെളുത്തവാവ് ഓഗസ്റ്റ് 9 വരുന്നു, കറുത്തവാവ് 22-23 തീയതികളിലേക്ക് വരുന്നു. ചൊവ്വ ഓഗസ്റ്റ് മാസത്തിൽ കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ കർക്കടകൻ രാശിയിലാണ്. ഓഗസ്റ്റ് 30 തീയതി ആകുമ്പോഴത്തേക്കും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കേതു കൊണ്ട് ചിങ്ങൻ രാശിയിൽ കേതുവും ബുധനും തമ്മിൽ യോഗമുണ്ടാകുന്നു. ശുക്രൻ മിഥുനൻ രാശിയിലാണ് ഇപ്പം സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യം ശുക്രൻ വ്യാഴത്തോട് ചേർന്ന് മിഥുനൻ രാശിയിൽ തന്നെയാണ്. 20 തീയതി കർക്കടക രാശിയിലേക്ക് സംക്രമിക്കും. വ്യാഴം ഓഗസ്റ്റ് മാസത്തിൽ മിഥുനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുവും കേതുവും വിലോമഗതിയാണ്, പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 4 നക്ഷത്രക്കാരുടെ ഫലങ്ങളൊന്ന് നോക്കാം. ചതയ നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അവർക്ക് കർമ്മസംബന്ധമായ ഉയർച്ചകൾ, തൊഴിലിൽ ഒരു മേന്മ കിട്ടുന്ന കാലഘട്ടമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വ്യാപാരത്തിൽ ലാഭമുണ്ടാക്കാൻ സാധിക്കും. കൂടുതൽ കസ്റ്റമേഴ്സിനെ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. ബിസിനസ് പ്ലാൻ ഒന്ന് വിപുലീകരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരുമായിട്ട് സംസാരിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുന്നതാണ്. അതിനുള്ളൊരു കഴിവ് സിദ്ധിക്കും. പിന്നെ ഏത് കർമ്മമേഖലയിലുള്ളവർക്കാണെങ്കിലും കൂടുതൽ അധ്വാനമുണ്ടാകും. പക്ഷേ അധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് സന്തോഷമുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണകരമാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലുമൊക്കെ വിജയിക്കാനുള്ള യോഗവും ഉണ്ട്. സാഹിത്യം, കല തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ പ്രവർത്തനം അല്പം ഒന്ന് മന്ദഗതിയിലാകും. എന്ന് പറഞ്ഞാൽ നമ്മളോട് ശത്രുതാപരമായിട്ട് പെരുമാറുന്ന ആൾക്കാർ ഒന്നുകിൽ അവർ ആ ശത്രുത ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളോട് സൗഹൃദം സ്ഥാപിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊന്നും വിജയിക്കാത്തതുകൊണ്ട് പതുക്കെ പതുക്കെ പിൻവലിയുന്ന ഒരു അവസ്ഥയും ഉണ്ടായേക്കാം. പൊതുവെ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും സമൂഹത്തിലെ ഉയർന്ന തലത്തിലുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനുമൊക്കെ ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതിന് ശ്രമിക്കുകയും ചെയ്യും. വളരെ മികവോടുകൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുന്നതാണ്. ചൊവ്വ 8ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതിലൊക്കെ തടസ്സം വരുന്നതാണ് പ്രധാനമായിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ സർവേയുമായിട്ട് ബന്ധപ്പെട്ടോ കരമടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. പുതിയ തലമുറയുടെ ആശയങ്ങൾക്കൂടെ ഉൾക്കൊണ്ട് വ്യാപാരങ്ങളൊക്കെ മെച്ചപ്പെടുത്തും. മക്കൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെറിയ തോതിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങൾ നോക്കുമ്പം ഉദരസംബന്ധമായ ചില അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. കുടിവെള്ളം സൂക്ഷിക്കണം. നല്ല വൃത്തിയുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യാത്രയൊക്കെ പോകുന്നവരാണ് പ്രധാനമായിട്ടും ഈ അമീബിയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് പിരിഞ്ഞ് മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. സുഹൃത്തുക്കളുടെ വിവാഹം, അല്ലെങ്കിൽ മക്കളുടെ സുഹൃത്തുക്കളുടെ, പിന്നെ നമ്മുടെ ബന്ധുക്കളുടെ മക്കളുടെയൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. കേസുകളിൽ നേട്ടങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട്. വീട് നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ ചെയ്യാനും സാധിക്കുന്നതാണ്.
ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കണം. ഭക്ഷണവും വെള്ളമൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ചതയൻ നക്ഷത്രക്കാരുടെ പൊതുഫലം നോക്കാനുള്ളത്. ഇനി അടുത്തത് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1/4 ഭാഗം കുംഭക്കൂറിലും അവസാന പാദം മീനക്കൂറിലുമാണ്. ബുദ്ധിപരമായി ഉണർവോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുതന്നെ വലിയൊരു നേട്ടമാണ്. കാരണം കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളുമായിട്ട് നല്ല അടുപ്പം പുലർത്താനും അവരുടെ സഹായത്തോടു കൂടി പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനുമൊക്കെ സാധിക്കും. വ്യവഹാര നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ കൺസ്യൂമർ ഫോറത്തിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അനുകൂലമായിട്ട് വരിക. ജോലി സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും നിയമ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടാൻ താമസിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടാതെ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കേസുകളിൽ ജയം ഉണ്ടാകുന്നതാണ്. സന്താന യോഗം ഉണ്ട് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കാനിടയുള്ള കാലമാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രിലിമിനറി ആയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പൂരുരുട്ടാതിക്കാർക്കുള്ളത്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മേലധികാരികളുടെ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ ജോലി ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകാൻ യോഗമുണ്ട്. ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരുടെ പ്രശസ്തിയും പാരിതോഷികങ്ങളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവാർഡുകളോ ഒക്കെ കിട്ടാം. സാമ്പത്തിക പിരിമുറുക്കത്തിന് അയവുണ്ടാകുന്നതാണ്. പല സോഴ്സുകളിൽ നിന്ന് സമ്പത്ത് വന്നു തുടങ്ങുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച് കേസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കാൻ യോഗമുണ്ട്. അതല്ലെങ്കിൽ അനുരഞ്ജനത്തിലൂടെ നമുക്ക് അർഹതപ്പെട്ട എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട്. സാങ്കേതിക കാര്യങ്ങളിൽ പരിജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കുന്നതാണ്, അത് വിജയിക്കുന്നതുമാണ്. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം പൂരുരുട്ടാതിക്കാർക്ക് അത്ര ഗുണകരമല്ല. കർമ്മരംഗത്ത് അല്പം സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ തന്നെ അതിന് വൈദ്യസഹായം തേടണം. നല്ലൊരു ഡോക്ടറെ കണ്ട് പ്രതിവിധി തേടേണ്ടതാണ്. പിന്നെ ചെറിയ തോതിലുള്ള ശത്രുതകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു രീതി അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു പോവുക, മറച്ചു വെച്ചൊന്നും പറയുന്ന ഒരു രീതി ഈ ഒരു സമയത്തിൽ കാണിക്കുകയില്ല അവർ. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഒരു തുറന്ന സമീപനം എന്ന് പറഞ്ഞാൽ ഒട്ടും കള്ളത്തരമില്ലാത്ത തുറന്ന സമീപനമായിരിക്കും അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്കൊരല്പം അലോസരം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളെല്ലാം കൂടെ സംഘടിക്കാതെ നമ്മൾ ഒരു നയപരമായ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും പൊതുവെ നല്ലതാണ് കൂടുതലും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എതിർക്കാനുള്ള ശക്തി നേടുക. ഏതാണ് പ്രായോഗികം എന്ന് വെച്ചാൽ അവനവൻ്റെ സാഹചര്യം അനുസരിച്ചത് കൈകാര്യം ചെയ്യുക. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് അടുത്തത്. ഉത്രട്ടാതി മീനക്കൂറിലാണ് പൂർണ്ണമായിട്ടും വരുന്നത്. സൂര്യൻ 5ലും 6ലുമായിട്ടാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിലും ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ള പ്രയാസം ഉണ്ടായേക്കാം. ചെറിയ ചെറിയ തടസ്സങ്ങൾ, പഠനത്തിൽ നമ്മൾ ഒരു കോഴ്സിന് ചേരാം എന്നുദ്ദേശിച്ചിരിക്കുമ്പം ജോയിനിങ് ഡേറ്റ് മാറ്റി വെക്കുന്നു. ജോലിക്ക് ചേരാം എന്നുദ്ദേശിക്കുമ്പോൾ ആ ഡേറ്റ് മാറിപ്പോകുന്നു. അങ്ങനെ പല പല രീതിയിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോകണമെന്നൊന്നുമില്ല. നീട്ടി വെക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസം, കാലവിളംബം. മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കാത്തത് അവരിൽ അല്പം വിരോധങ്ങളൊക്കെ സൃഷ്ടിക്കും. പിന്നെ ഈ ജോലിസ്ഥലത്തെ കർമ്മരംഗത്ത് ചെറിയ തോതിൽ ഉപജാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിൽ നമ്മളെക്കുറിച്ച് അത്ര നല്ലതല്ലാത്ത കമൻറ്റുകളൊക്കെ ചിലർ പറയാൻ സാധ്യതയുണ്ട്. അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് ഉള്ളിലോട്ട് കയറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ അവരുടെ സമയം കളയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. പൊതുപ്രവർത്തകർക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം. അപ്പം ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും പൊതുവായിട്ട് നേരിടാൻ ഇടയുള്ള ഒരു
കാര്യമാണ് ഈ ഉപജാപങ്ങൾ അല്ലെങ്കിൽ നുണപറച്ചിലുകളെയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കുന്നതും ആ പ്രവർത്തനങ്ങളിൽ ഒരു പങ്ക് വഹിക്കുന്നതുമാണ്. നമ്മൾ പൈസ കൊടുത്ത് മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളിന് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ജനങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയും അവർക്ക് വേണ്ട സഹായമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ അല്പം നീണ്ടുപോയേക്കാം. ചിങ്ങമാസമെങ്കിലും ആയെങ്കിലേ എന്തെങ്കിലുമൊക്കെ തീരുമാനമാകാൻ സാധ്യതയുള്ളൂ. മക്കളുടെ വിവാഹകാര്യത്തിലും ഇതുപോലെ തന്നെ സൂര്യൻ 5ലും 6ലുമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട്. 6ൽ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല, 5 എന്ന് പറയുമ്പോൾ അത്ര ഗുണകരമല്ല. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ പ്രതികരണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കുറേ ആളുകൾ അനുകൂലിക്കും, കുറേ ആളുകൾ പ്രതികൂലിക്കാൻ സാധ്യതയുണ്ട്. ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നവരും യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. ഒരു ജനങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അഭിപ്രായ പ്രകടനം നടത്താനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നയം വ്യക്തമാക്കണം, പക്ഷേ അത് വളരെ മര്യാദ ഉള്ള ഭാഷയിൽ തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും ഉചിതം. സുഹൃത്ത് ബന്ധങ്ങൾ കുറച്ചുകൂടെ ദൃഢമാകുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് ബന്ധുക്കളുടെ ഇടപെടൽ മൂലം അല്പം പ്രയാസം ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. പിന്നെ ബിസിനസ്സിൽ കുറച്ച് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ബന്ധുക്കളിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതുമാണ്. പക്ഷേ ചില അപ്രതീക്ഷിത ചിലവുകളും ഈ സമയത്ത് ഉണ്ടായേക്കാം. വീട് മാറി താമസിക്കാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലിക ജോലിയിലൊക്കെ ഉള്ളവർക്ക് അവിടെ സ്ഥിരപ്പെടാനോ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരാനോ സാധ്യതയുണ്ട്. ഇനി അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം മീനക്കൂറിലാണ്. ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് മീനക്കൂറിൽ. ഇപ്പോൾ രേവതി നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ നോക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും ഗുണകരമെന്ന് പറഞ്ഞുകൂടാ, സമ്മിശ്ര അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും പല കാര്യങ്ങളിലും. അതൊരു വിഷമസന്ധികൾ ഉണ്ടാക്കും. ബിസിനസ്സിൻ്റെ വളർച്ച ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാത്തത് മനപ്രയാസം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ പണം ചെലവഴിച്ച് ഊഹക്കച്ചവടം നടത്താനോ ഓഹരി വ്യാപാരം നടത്താനോ ഒന്നും അത്ര അനുകൂലമായ സന്ദർഭമല്ല. നിങ്ങൾക്ക് അതിനകത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം മുന്നിട്ടിറങ്ങുക. അല്ലാതെ നമ്മൾ ലോൺ എടുത്ത പൈസയൊന്നും കൊണ്ട് ഓഹരി വിപണിയിൽ മുടക്കാൻ പറ്റിയൊരു സമയമല്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് വായ്പയുടെ തിരിച്ചടവുകൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കാത്തത് മനപ്രയാസം ഉണ്ടാക്കും. 7ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പ്രണയിക്കുന്നവർക്കും ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധ കുറയുന്നത് കൊണ്ട് പരീക്ഷയാകുമ്പോഴത്തേക്ക് അവർക്കൊരു ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മാസത്തിൻ്റെ 2ാം പകുതി ആകുമ്പോഴത്തേക്കും, ചിങ്ങമാസം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കാലം മെച്ചപ്പെടും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് കുറച്ചുകൂടെ കർമ്മകുശലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അവർക്ക് മേലധികാരികളുടെ മുമ്പിൽ ഒരു സൽപ്പേര് കിട്ടും, അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടും എന്ന് പറയാം. സഹോദരന്മാരുടെ സഹായം ഉണ്ടാകും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ നേട്ടങ്ങളിൽ അവർക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മക്കൾക്ക് വീടോ ഒക്കെ മേടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമ്പത്തോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊത്ത് സമയം ചെലവഴിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. വിദേശയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോലിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് കുറച്ച് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും രേവതി നക്ഷത്രക്കാർക്ക്. ജോലിക്ക് ശ്രമിക്കുന്നവർ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രമിച്ചാൽ
ജോലി കിട്ടാനും സാധ്യതയുണ്ട്. പ്രധാന തൊഴിൽ മുഖേനയല്ലാതെ അതിനോടൊപ്പം മറ്റൊരു ഉപതൊഴിൽ കൂടെ ചെയ്ത് പണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്പം കഠിനാധ്വാനം കൂടും എന്നുള്ളതേ ഉള്ളൂ. വിവാഹകാര്യത്തിൽ ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടുകാരൊരു കാര്യം തീരുമാനിക്കുന്നു, ഏതെങ്കിലും ബന്ധു എന്ന് പറയുന്നു എനിക്കതിൽ താല്പര്യമില്ല, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിലൊരു ചെറിയ അസ്വാരസ്യം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. രോഗാവസ്ഥ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ആശ്വാസവും ലഭിക്കുന്നതാണ്. ഇതാണ് രേവതി നക്ഷത്രക്കാരുടെ ഫലം. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ ഈ 4 നക്ഷത്രക്കാരുടെ ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 4 നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില കൂടെ അനുസരിച്ചായിരിക്കും ഈ ഫലങ്ങൾ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. എങ്കിലും ഒരു 75-80% ഗ്രഹചാരഫലം അനുഭവപ്പെടുന്നതാണ്. കാരണം ഈ 2025 ഒരുപാട് ഗ്രഹങ്ങൾ സ്ഥാനം മാറുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും സ്ഥാനം മാറുന്നൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കും മാറിയും മറിഞ്ഞും ഓരോരോ അനുഭവങ്ങൾ, സുഖവും ദുഃഖവും മാറി വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളായിരിക്കും ഈ വർഷം മുഴുവൻ ഉണ്ടാകുന്നത്. പിന്നെ ചില നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് ഗുണകരമാണെങ്കിലും അപ്പോൾ മറ്റ് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലർക്ക് അവർ ജീവിക്കുന്ന സമൂഹത്തിലൊക്കെ അംഗീകാരമൊക്കെ കിട്ടും, പക്ഷേ ധനപരമായിട്ട് സ്ഥിരത ഉണ്ടാവില്ല. ഇങ്ങനെ മറിഞ്ഞുമൊക്കെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ അനുഭവങ്ങൾ. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക. ചാനൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ദൈവം സഹായിക്കട്ടെ, കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ സമാധാനം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.